നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളിന്ന് രാമേശ്വരത്തേക്ക് പോവുകയാണ്. കോയമ്പത്തൂർ നിന്നുള്ള കോയമ്പത്തൂർ രാമേശ്വരം എക്സ്പ്രസ്സിനാണ് പോകുന്നത്. ഇത് ചൊവ്വാഴ്ച മാത്രമുള്ള വണ്ടിയാണ്. രാത്രി 7:50 ഇത് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടും. ബുധനാഴ്ച രാവിലെ 5:30 രാമേശ്വരത്തെത്തും. ബുധനാഴ്ച രാത്രി 8:15 അതേ വണ്ടി തന്നെ ഇവിടുന്ന് തിരിച്ചു പോന്ന് വ്യാഴാഴ്ച രാവിലെ 6:30 കോയമ്പത്തൂരെത്തും. ഷൊർണൂരിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂർക്ക് പോയത് 2:50 മെമുവിനാണ്. രാമേശ്വരത്ത് താമസിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. അത് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളിതൊരു സൈറ്റ് സീയിങ് പാക്കേജിൻ്റെ ഭാഗമായി ചെയ്തതാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 9 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2 റൂം എടുക്കേണ്ടി വന്നു. നല്ല ഹോട്ടലായിരുന്നു. ഈ സൈറ്റ് സീയിങ്ങിനും അതുപോലെ തന്നെ ഈ ഹോട്ടലിനും 2 ഹോട്ടൽ റൂമിനും കൂടി ഞങ്ങൾക്ക് ഏകദേശം 6000 രൂപയാണ് ചിലവ് വന്നത്. രാമേശ്വരം ദർശനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അഗ്നി തീർത്ഥം എന്നു പേരുള്ള ഈ കടലിൽ കുളിച്ചാണ്. ഇവിടെ വലിയ ആഴമോ തിരയോ ഒന്നുമില്ല. എല്ലാവരും കൂടി ഗ്രൂപ്പ് സ്നാനമാണ്. ഇവിടെ കുളിച്ച് ആ നനഞ്ഞ വസ്ത്രത്തോടു കൂടിയാണ് നമ്മൾ പിന്നീട് ക്ഷേത്ര മതിലിനകത്ത് പ്രവേശിച്ച് അവിടെയുള്ള 22 തീർത്ഥ കുളങ്ങളിൽ കുളിക്കുന്നത്. കുളിക്കുക എന്ന് പറയുമ്പോൾ ഓരോ കുളത്തിൻ്റെയും അല്ലെങ്കിൽ കിണറിൻ്റെയും സമീപത്ത് 4-5 പേര് ക്ഷേത്രം ജീവനക്കാരും ബക്കറ്റ് എടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അവർ കോരിയെടുക്കുന്ന ആ വെള്ളം അവർ നമ്മുടെ മേലേക്ക് ഒഴിക്കും. അതാണ് ചെയ്യുന്നത്. ഇതിന് ആളൊന്നിന് ക്ഷേത്രം ചാർജ് ചെയ്യുന്ന 25 രൂപയാണ്. 25 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ 22 കുളങ്ങളിലും കുളിക്കാൻ സാധിക്കും. അവിടെ പലരും ക്ഷേത്ര ജീവനക്കാർ എക്സ്ട്രാ പൈസ വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വീണ് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ 25 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ മതി. ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ നനഞ്ഞ വസ്ത്രം മാറ്റി വേണം നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അവിടെ സ്ഥലമുണ്ട് എന്ന് കരുതി ഡ്രസ്സിങ് റൂമൊന്നുമില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ഏരിയ ഉണ്ട്. പലരും ഈ നനഞ്ഞ വസ്ത്രം അവിടെ ഉപേക്ഷിച്ച് പോകാറുണ്ട്. ഞങ്ങളതൊന്നും ചെയ്തില്ല. ഒരു കവറിലാക്കി പിടിക്കുക തന്നെയാണ് ചെയ്തത്. ഉണങ്ങിയ വസ്ത്രവുമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നത്. അവിടെ നമുക്ക് ക്യൂ നിൽക്കേണ്ടി വരും. ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പെഷ്യൽ ദർശനമുണ്ട്.